എന്താ ഗോവിന്ദേട്ടൻ ഞാൻ ഈ കേട്ടതെല്ലാം? ചേട്ടൻ വേറെ കല്യാണം കഴിച്ചു നോക്കേ. ആ ഫൽഗു ഇവിടെ വന്നിരുന്നല്ലേ? എന്നിട്ട് അവൻ പറഞ്ഞു നോക്ക നീ? ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ശരിക്കും വിശ്വസിക്കുന്ന വിധത്തിലാ അച്ഛന്റെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ആരെങ്കിലും എന്തെങ്കിലും വിഡ്ഢിത്തം പറഞ്ഞെന്ന് കരുതി അത് വിശ്വസിക്കാൻ മാത്രം മണ്ടനൊന്നും അല്ല എന്റെ അമ്മാവൻ. അതേടാ, ഞാൻ മണ്ടനല്ല. എല്ലാം വിശദമായി അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഞാൻ വിശ്വസിക്കാറുള്ളൂ. ഇറങ്ങടാ വെളിയില്. അയ്യോ അമ്മാവ, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ എങ്ങനെ വിവാഹം കഴിച്ചത്. അയ്യോ ആ ബന്ധം. അതെ, ആ ബന്ധം ഒഴിഞ്ഞിട്ട് ഈ ബന്ധം തുടങ്ങാവുന്ന. അമ്മാവ, ഒരു സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വിവാഹിതനായത്. ഓരോ സുഹൃത്തുക്കളെ രക്ഷിക്കാൻ വേണ്ടി നീ ഓരോ സ്ഥലത്ത് പോയി ഓരോ കല്യാണം കഴിക്കും അല്ലേ? യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇറങ്ങി പോടാ തണ്ടി. അമ്മാവ ഇറങ്ങി പോടാ. പോടാ. കേറി അകത്ത് പോടി. ഇറങ്ങി പോടാ. എടാ ഇറങ്ങി പോവാ. ഇറങ്ങി പോടാ. വിണ്ടി പോകരുത്. കിടക്കടാ പുറത്ത്. എടാ കിടക്കാൻ. കിടന്ന് പോടാ പുറത്ത്. ഇറങ്ങി പോടാ. യഥാർത്ഥത്തിൽ സംഭവിച്ചതിന്റെ കിടന്ന് പോടാ. ഇറങ്ങി പോടാ. സീതയുടെ വീട്ടിൽ ചെന്നപ്പോ എല്ലാരും ഇങ്ങോട്ട് പുറപ്പെട്ടു എന്നറിഞ്ഞു. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. ഓടി പ്ലാറ്റ്ഫോമിൽ എത്തിയതും വണ്ടി വിട്ടത് ഒരുമിച്ചായിരുന്നു. ആകെ ഗുലുമാലായിരിക്കണം മുകുന്ദ. എന്ത് പറ്റി ഗോവിന്ദൻകുട്ടി? അത് ഇവിടെ പറയാൻ പറ്റിയ കാര്യമല്ല അമ്മേ. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. അല്ലേ തന്നെ കയ്യാലപ്പുറത്ത് തേങ്ങയാണ് എന്റെ അമ്മാവനെന്ന് അറിയാലോ. ഫൽഗുവിന്റെ വരവോടെ ഞങ്ങളുടെ പ്രേമത്തിന് ശവപ്പെട്ടി ഉണ്ടാക്കാൻ തുടങ്ങിയ അമ്മാവൻ സീതയെ ഞാൻ കെട്ടിയെന്ന് ധരിച്ചോടെ അതിന്റെ മേലെ അവസാനത്തെ അണി അടിച്ചു. അച്ഛനും അമ്മയും ഇല്ലാത്ത എനിക്ക് ആകെയുള്ള സന്തോഷമാണ് ഗായത്രി. മറ്റാർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവൾ എന്റെയാണ്. അങ്ങനെ വിശ്വസിച്ചാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. അതെനിക്കറിയില്ലേ ഗോവിന്ദൻകുട്ടി, നീ ധൈര്യമായിട്ടിരിക്കും. സീതയുടെ ഇപ്പോഴത്തെ മൂടന്ന് മാറിക്കോട്ടെ. ഞങ്ങൾ വന്ന അമ്മാവനോട് സത്യം പറയാം. മരിച്ചവര് പോയില്ലേ മൂന്നേട്ടാ? എന്റെ മൂടൊന്നും കാര്യാക്കണ്ട. നമ്മള് കാരണം ഗോവിന്ദൻകുട്ടിക്ക് ഒരു കുഴപ്പവും വരാൻ പാടില്ല. താങ്ക് യു സീത. താങ്ക് യു വെരി മച്ച്. ചേച്ചേ, നമ്മള് തമ്മിൽ അങ്ങനെ താങ്ക്സ് ഒക്കെ പറയേണ്ട കാര്യമുണ്ടോ? അമ്മായി, അമ്മായി, നല്ല പെടക്കുന്ന നെയ്മീന 2 കിലോ വാങ്ങിച്ചു. നമുക്കിത് സേലം സ്റ്റൈലിൽ പാചകം ചെയ്യാം. ഗായത്രി അകത്തില്ലേ? അപ്പൊ അമ്മായി ഒന്ന് കറി വെക്കുകയും ചെയ്യും, ഒന്ന് വറക്കുകയും ചെയ്യും. ഇത് എങ്ങനെ ഇവിടെ ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യയും ഇയാളും കൂടി? എടാ മണ്ട, നീ തെറ്റിദ്ധരിച്ചതാടാ. ഇത് ഭാര്യ, ഇത് ഭർത്താവ്. അല്ലമ്മാവാ, ഞാൻ ഓഫീസിൽ വെച്ച് നേരിട്ട് കണ്ടുവാ. ചിലത് നേരിട്ട് കണ്ടാൽ മനസ്സിലാവില്ല, ചിലത് നേരിട്ട് കണ്ടാലേ മനസ്സിലാവും. ഉദാഹരണത്തിന് ഓഫീസിൽ വെച്ച് സീതയെ എന്റെ ഭാര്യയായി ഫൽഗു കണ്ടു. അതൊരു തോന്നലായിരുന്നു. എന്നാൽ ഫൽഗുവിന്റെ വീട്ടിൽ ഇപ്പോൾ ഒളിച്ചു താമസിക്കുന്ന സേലത്ത് നിന്ന് വന്ന തമിഴത്തി ആരാണ്? അതൊരു തോന്നലല്ല, ഇറ്റ്സ് എ റിയാലിറ്റി, ഫാക്ട്, പച്ച പരമാർത്ഥം. അത് അമ്മാവന് നേരിട്ട് കണ്ടാലേ മനസ്സിലാവും. എന്റെ വീട്ടിൽ തമിഴെത്തിയോ? അതേടാ, അവളെ അകത്തിരുത്തി പുറത്തെ വാതില് വലിയ പൂട്ടിട്ട് പൂട്ടിയാൽ ആരും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ? അമ്മാവ, ഇവന്റെ സദാചാര നിലവാരത്തിലേക്ക് എന്നെയും താഴ്ത്തി കെട്ടാൻ ഇവൻ ശ്രമിച്ചതാണ്. പച്ചക്കള്ളവാ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ ഒരു സത്യമാണെങ്കിൽ, നക്ഷത്രങ്ങൾ സത്യമാണെങ്കിൽ, അമ്മാവനും അമ്മായും എന്റെ ഈ ഗായത്രിയും സത്യമാണെങ്കിൽ, സേലത്ത് നിന്ന് വന്ന തമിഴത്തിയും ഒരു പരമമായ സത്യമാണ്. എന്റെ വീട്ടിൽ തമിഴെത്തി. അതെ. ഇന്ന് ഞാൻ തെളിയിച്ചു തരാം. ഇന്ന് നിന്റെ കത്താലോടാ. ആരുടെ കത്താലാണെന്ന് കാണാം. തുറക്ക മാമ, ഒരു മിനിറ്റ്. ഇതിനകത്ത് ആരുമില്ലെങ്കിൽ നീ തല മൊട്ടടിക്കണം. എന്താ, സമ്മതിച്ച? അല്ല, ഇപ്പൊ തല മുട്ടയടിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് കണ്ട കല്ല് വെളിച്ചത് കണ്ട മാമ? ഓക്കെ, സമ്മതിച്ചു. ഞാൻ തലമുട്ട അടിക്കാം. പക്ഷേ ഇതിനകത്ത് നിന്റെ പൊണ്ടാറ്റം ഉണ്ടെങ്കിൽ നീ തലമുട്ട ഒരു പ്രാവശ്യമല്ല, ഞാൻ 10 പ്രാവശ്യം തലമുട്ടടിക്കാം. തുറക്കടാ. വാ മാമ, നോക്ക് നോക്ക്, അമ്മായി നോക്ക്. നാണം ഉണ്ടോടാ നിനക്ക്? കല്യാണം കഴിച്ച ഇവരെ ഒളിച്ചു വെച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? ഇല്ലേ? ആരുമില്ലല്ലോ. എന്താടാ നീ എന്നെ കളിയാക്ക? അല്ല, ബാർബറ വിളിക്കട്ടെ. വിശ്വസനീയമായിട്ട് ഇറങ്ങി വാടി വെളിയില്. മാമ, ചതിയാണിത്. സത്യം പറടി, ആരാ നീ? வேஷம் கெட்டதுன்னு தோடா கொன்னுவீங்க. என்ன பிடிக்கலன்னு டைவர்ஸ் பண்ணிடுங்க. ஆனா இந்த தாலி என்னால அவ்வளவு ஈஸியா கழட்ட முடியுமா? என் வயித்துல வளர குழந்தைய என்ன பண்ண போறீங்க?
மாமா சத்தோடு மாமா என் அத்தான ஒண்ணு பண்ணாதீங்க அவரே தெய்வம் മേലാന്റെ വീട്ടിൽ കണ്ടുപോരുത് കഴുത പാടി மாமா അമ്മാവാ ഫൽഗു വേണേ കാറി കൊണ്ടുവിടും. അവന്റെ അവതാരി ഒന്നും എനിക്ക് വേണ്ട ഞാൻ ഓട്ടോ പിടിച്ച് പോയിക്കോളാം ആ അതാ നല്ലത്. மாமா അവന് കൂടുതൽ കാശുണ്ട്. ഇന്ന് നാടകമുള്ള ദിവസമല്ലേ, ഈ ബാക്ക് ഡോർ വഴി പൊക്കോ. மாமா மாமா போலே மாமா மாமா சத்தியான மாமா 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 போலே அதோ. மாமா മാറി നിൽക്കടാ നിർത്ത്. மாமா மாமா ആ വിട്ടോ கண்ணா அண்ணே அண்ணனுக்கு காய்கறி சேனா சேம்பு வாழைக்காய் இதெல்லாம் வாங்குறதுக்கு மார்க்கெட்டுக்கு போயாச்சு. சும்மா சொல்லக்கூடாது, அண்ணி சூப்பர் அண்ணி. குஷ்பு பிளாக் பெயிண்ட் அடிச்ச மாதிரி இருக்கு. விட மாட்டேன்டா உன்னை நான் விட மாட்டேன். விட கூடாதுடா. പണിക്കരെ 2 മിനിറ്റ് കൂടി. ഒരു മിനിറ്റ്. ആ നിലാവ് ഉച്ചത്തിലാ, ഇനി ധൈര്യമായിട്ട് കഴിക്കാം. 24 hours ജോത്സ്യം ഡാഡിക്ക് പ്രാന്താ. ആയിക്കോട്ടെ മോളെ, ജ്യോതിഷത്തെ പുച്ഛിക്കരുത്. ആ ഡാഡി ഒത്തിരി നാളായി നമ്മുടെ പ്ലാന്റേഷൻ വരെയൊക്കെ ഒന്ന് പോയിട്ട്. മോള് നാളെ അവിടം വരെ ഒന്ന് പോണം. മുകുന്ദനെ കൂടെ കൂട്ടിക്കോളൂ. ഈ പ്ലാന്റേഷനിലേക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? എനിക്ക് വലിയ പിടിയില്ല. ഉടനെ മടങ്ങി വരില്ലേ? അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമല്ലേ മടക്കയാത്രയെ പറ്റി പറയാൻ പറ്റൂ. ഒരു ഞായറാഴ്ചയായിട്ട് പല പ്ലാനും ഇട്ടിരുന്നതാ, എല്ലാം പൊളിഞ്ഞു. നിങ്ങളുടെ കൂടെ MD വരുന്നുണ്ടോ? അറിഞ്ഞൂടാ. അപ്പോ മനസ്സിലായി. ഞാനും അഖിലയും മാത്രമായിട്ടുള്ള ഒരു യാത്ര അപകടമാണെന്നല്ലേ മനസ്സിലായി. എന്ന് ഞാൻ പറഞ്ഞോ? അതാണല്ലോ സൂചന. ആ പെണ്ണിന് ഇത് എന്തിന്റെ സൂക്കേടാ? കയറൂരി വിട്ടുപോലെ ഒരു കാറും എടുത്തോണ്ട് ഇറങ്ങും. ആൺപെൺ വ്യത്യാസമില്ലാത്ത അവളുടെ ഒരു സംസാരവും പെരുമാറ്റവും. നിഷ്കളങ്കയായ പെൺകുട്ടികൾ അങ്ങനെ പെരുമാറുക എന്നുവെച്ചാൽ മറ്റുള്ള പെൺകുട്ടികളൊക്കെ മോശക്കാരാണെന്നാണോ? നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ അവളുടെ കൂടെ പോകാൻ പാടില്ല. വേണ്ട, നമുക്ക് ഈ ജോലിയും വേണ്ട, കൂലിയും വേണ്ട, വേറെ വല്ല പണിയും നോക്കാം. ചൂടാവണ്ട, ഒരു കാര്യം ചെയ്യാം. ഞാനും കൂടെ പ്ലാന്റേഷനിലേക്ക് വരാം. വിഡ്ഢിത്തം പറയാതെ. എന്ത് പറഞ്ഞാ ഞാൻ നിന്നെ കൊണ്ടുവന്നേ? എന്നെ കൊണ്ടുപോകാൻ ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാ മതിയല്ലോ. എന്താ സീത നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് ഈ പ്രോഗ്രാം ഇല്ലായിരുന്നെങ്കിൽ നിന്നെയും കൂട്ടി ഒരു പിക്നിക്കിനോ മറ്റോ പോകാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാ. വിചാരിച്ചാ മാത്രം പോരല്ലോ. സീത പറയുന്നതിൽ എന്താണ് തെറ്റ്? എങ്ങനെങ്കിലും കൂട്ടിക്കൊണ്ടു പോ. എന്നെ കണ്ടുപിടിക്ക്. ഞാൻ ഞായറാഴ്ച എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. എങ്ങനെ? 10 മുതൽ 12 വരെ ക്ലബിൽ ചീട്ടുകളി, 12 മുതൽ 1:30 വരെ മിലിറ്ററി ക്യാന്റീനിൽ ഊണ്, അതിനുശേഷം മാറ്റിനി. ഷാറുഖ് ഖാനും അമീർ ഖാനും ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ജബർദസ്ത് ബന്ദോബസ്ത്. അയ്യോ, അവള് വന്നു. ഹായ് മുകുന്ദൻ, നമുക്ക് പോവാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ പറയുന്നതിന് എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേ? അതൊന്നും ശരിയാവില്ല. എന്താ പ്രശ്നം? ഒന്നുമില്ല മാഡം, സീതയ്ക്കൊരു വിഷമം. അവരും കൂടി ജോലി ചെയ്യുന്ന കമ്പനിയുടെ പ്ലാന്റേഷൻ കാണാൻ ആരും വിളിച്ചില്ലല്ലോ എന്ന്. വെറൊരു സ്റ്റെനോഗ്രാഫർ ആയി പോയത് കൊണ്ടാന്ന ഓരോരുത്തരുടെ ഓരോ. നോ മിസ്റ്റർ, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. സീതയും വരട്ടെ. സീത, താനും കൂടെ പ്ലാന്റേഷനിലേക്ക് ചെല്ലാൻ. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദൻകുട്ടിയും പോന്നോളൂ. ഈ ട്രിപ്പ് നമുക്ക് അടിച്ചു പൊളിക്കാം. വേണ്ട, അത് ശരിയാവില്ല. അല്ല, അത് കുഴപ്പമില്ല, പോന്നോളൂ. എന്ത്? അല്ല, എന്നാലും വന്നോളൂ, സാറില്ല. പിന്നെ ഈ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആയുർവേദ മരുന്നുകളല്ലേ? ആയുർവേദം എന്ന് പറഞ്ഞാൽ എനിക്ക് അലർജിയാ. അതിനെന്താ, മരുന്ന് പിഴുത്ത് തിന്നാനാണോ നമ്മൾ പോകുന്നത്? എന്നാലും അവിടത്തെ ഈ കാറ്റിലെ ആയുർവേദത്തിന്റെ അണുക്കള് അണുക്കൾ ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവും. എങ്ങനെ അങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റുന്ന? ക്ലോണിങ്ങും അതൊക്കെ വരുമ്പോ ചിലപ്പോ അണുക്കളും അങ്ങനെയൊക്കെ. ചുമ്മാ പോളിഷസ് പറയാതെ മിസ്റ്റർ ഗോവിന്ദൻകുട്ടി. അല്ല, അതുകൊണ്ടല്ല. അല്ല, ഒന്നും പറയണ്ട, നീ പോരുന്നു. എന്നാ വരൂ, ഞാൻ കാറ് തിരിച്ചിടാം. ഓക്കെ? ഹായ്. റിസർവേഷൻ ഒക്കെ എടുത്തു. നന്ദി. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ തന്നെ നിന്നാ മതി, എന്റെ കൂടെ വരണ്ട. അല്ല, ഇതെന്ത് ന്യായമാണെന്ന് നോക്കിയേ. എന്താ പ്രശ്നം? ഇവക്ക് ഫ്രണ്ട് സീറ്റ് ഇരിക്കണമെന്ന്. കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ തുടങ്ങിയ പിന്നെ ഞാൻ വരുന്നില്ല. തീർന്നില്ല. ഞാൻ ഗോവിന്ദൻകുട്ടി, സീത മുൻവശത്തിരുന്നോട്ടെ. അല്ല, എക്സ്ക്യൂസ് മീ മുകുന്ദൻ. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? എന്താ? ഒന്നുമില്ല മാഡം. റൈറ്റ്.
തുലഞ്ഞു മോഹിത, സർവ്വതും തുലഞ്ഞു. എന്ത് പറ്റി? ഇന്നലത്തെ പ്ലാന്റേഷൻ പിക്നിക്കില് എന്നെയും സീതയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പോസ് ചെയ്യിച്ച് ആ MD-യുടെ മോള് കുറെ വീഡിയോയിൽ ഷൂട്ട് ചെയ്തില്ലേ, ആ കാസറ്റ് ഫൽഗുവിന്റെ കയ്യിലായി. എങ്ങനെ? സിംഗപ്പൂർ ടിക്കറ്റിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി അവ MD-യുടെ വീട്ടിൽ ചെന്നതാ. അപ്പൊ അവരവിടെ കാസറ്റ് ഇട്ട് കണ്ടോണ്ടിരിക്കായിരുന്നു. അതൊന്ന് കണ്ടിട്ട് തിരികെ തരാന്ന് പറഞ്ഞ് അവരുടെ ഇന്ന് വാങ്ങി. ഇത് നീ എങ്ങനെ അറിഞ്ഞു? അമ്മാവനെ കാണിക്കാൻ വേണ്ടിയായിരിക്കണം. ആ കാസറ്റിന് ഒരു കോപ്പി എടുക്കാൻ അവൻ കൊണ്ടുപോയി കൊടുത്തത് നമ്മുടെ ബഷീറിന്റെ വീഡിയോ ഷോപ്പിലാണ്. അവനാ ഇപ്പൊ ഈ വിവരം എന്നോട് വിളിച്ച് പറഞ്ഞത്. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഫൽഗു അമ്മാവനെ കാണുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എത്തിയിരിക്കണം. എന്താ ഇവിടെ നിർത്തിയത്? അമ്മാവ് വേറെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കൂട്ടർ വരെ അടിച്ചു പൊളിച്ചെന്നിരിക്കും. ഇവിടെ നിർത്തുന്നതാ സേഫ്. ബാ. വീട് പൂട്ടിയിരിക്കാണല്ലോ. ഇനി ഒരു പക്ഷേ അവൻ ഈ വിവരം ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് അമ്മാവൻ എന്നെ അന്വേഷിച്ച് പുറപ്പെട്ടായിരിക്കോ? ചിലപ്പോ ആയിരിക്കും. ഈശ്വര, ഈ കാസറ്റ് കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതായല്ലോ. ഇല്ല, ഇല്ല.